കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല ആളുകൾക്കും SMS അല്ലെങ്കിൽ ഇമെയിലുകൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ SMS അല്ലെങ്കിൽ ഇമെയിലുകൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള SMS അല്ലെങ്കിൽ ഇമെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല നിങ്ങൾ ആ വർഷം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്കാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അല്ലെങ്കിൽ SMS അയക്കുന്നത്. ഈ നോട്ടീസബിൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊരു നല്ല എമൗണ്ട് ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടായിരിക്കും. അതിന് TDS പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ 15G അല്ലെങ്കിൽ 15H ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ TDS റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളൊരു 10 ലക്ഷം രൂപയിൽ മുകളിൽ വാല്യൂ ഉള്ള ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്, ഷെയർ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഷോർട്ട് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമല്ല, ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ്, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറുകളിൽ ഇത്തരം ട്രാൻസാക്ഷൻസ്, ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല, നിങ്ങൾക്ക് നോട്ടീസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ്. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലാണ് നിങ്ങൾക്ക് നോട്ടീസ്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമാണ് നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ലാബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇത്തരം നോട്ടീസുകൾ അല്ലെങ്കിൽ SMSകൾ കാഷ്വൽ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് അതിന് റെസ്പോൺസ് ചെയ്യാനായിട്ട് അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ട് അഡ്വൈസ് നിങ്ങൾ തേടുക. പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം പല ആളുകളും ഇത്തരം SMS അല്ലെങ്കിൽ ഇമെയിലുകൾ ഇഗ്നോർ ചെയ്തതിന് ശേഷം പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പലപ്പോഴും അവർക്ക് എഗെയിൻസ്റ്റ് ഒരു പ്രൊസീഡിങ്സ് എടുത്തതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം SMS അല്ലെങ്കിൽ ഇമെയിലുകൾ വന്നിട്ടുള്ള ആളുകൾ അതിനുള്ള റെമഡിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുക തന്നെ വേണം. അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ലോഗിനിൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഷീറ്റ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒരു റെസ്പോൺസ് ഷീറ്റ് ഫയൽ ചെയ്തിടുക, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.